ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിയമ നിർമ്മാണ വിഭാഗത്തെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ട് അവിടെ നമ്മൾ നീതിന്യായ വിഭാഗത്തെ പറ്റി പഠിച്ചായിരുന്നു. നീതിന്യായ വിഭാഗം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയെ പറ്റി പഠിച്ചു, അതുപോലെ ഹൈക്കോടതിയെ പറ്റി പഠിച്ചു, അതിന് താഴെയുള്ള സബ് കോടതികളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ആ വീഡിയോസ് കണ്ട് അത് തറവാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന നിയമനിർമ്മാണ വിഭാഗത്തിലേക്ക് വരാം. അപ്പോൾ നോക്കി, യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് 3 പാർട്സ് ആയിട്ട് കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് നിയമനിർമ്മാണ വിഭാഗം, 2 കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. അതിനകത്ത് നീതിന്യായ വിഭാഗം നമ്മൾ പഠിച്ചു. എന്താണ്? നീതി ഉറപ്പുവരുത്തുന്നതാണ് നീതിന്യായ വിഭാഗം. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ നീതിന്യായ വിഭാഗം എന്ന് പറയുമ്പോൾ ചട്ടങ്ങളും നിയമങ്ങളും ഓർഡറുകളും ഒക്കെ നടപ്പിലാക്കപ്പെടുന്നതാണ് നീതിന്യായ വിഭാഗത്തിലൂടെ എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ബാക്കിയുള്ള ഇപ്പോൾ ജില്ലാ കോടതിയാണെങ്കിലും സബ് കോടതികളാണെങ്കിലും മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതികളും ഒക്കെ വരുന്നത് എവിടെയാണ്? നീതിന്യായ വിഭാഗത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചല്ലോ. ഇനി അതുപോലെ തന്നെയാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പോൾ നിയമം നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. അത് നിയമം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ തിരഞ്ഞെടുത്തവരും അല്ലാത്തവരുമായിട്ടുള്ള പ്രതിനിധികൾ കാണും, ജനപ്രതിനിധികൾ കാണും. അതായത് ഇപ്പോൾ രാഷ്ട്രപതി ആണെങ്കിലും ഉപരാഷ്ട്രപതി ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ബാക്കിയുള്ള മന്ത്രിമാരാണെങ്കിലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണെങ്കിലും അവരൊക്കെയാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യനിർവഹണ വിഭാഗത്തിലുള്ള ആൾക്കാർ കാണും. അതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അതുപോലെ നിയമനിർമ്മാണ വിഭാഗം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുക, അതാണല്ലോ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്ന വിഭാഗത്തിനെയാണ് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്, അല്ലേ? അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ സഭകളും രാഷ്ട്രപതിയും കൂടി ചേർന്നാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, രാഷ്ട്രപതി, ഇത് 3 കൂടി ചേർന്നിട്ടാണ് നമ്മൾ പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റും കൂടി ചേർന്നാണ് പാർലമെന്റ്. ഇനി ലോക്സഭ, രാജ്യസഭ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, അതുപോലെ പ്രസിഡന്റും ചേർന്നതാണ്, രാഷ്ട്രപതിയും ചേർന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാർലമെന്റിന്റെ ലോക്സഭ, രാജ്യസഭ അങ്ങനെയുള്ള ഘടകങ്ങളിലേക്ക് വരാം. അപ്പോൾ നോക്കി, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഒറ്റ സഭയായിട്ടല്ല കാണപ്പെടുന്നത്. ഒരു സഭയായിട്ടല്ല ഇന്ത്യൻ പാർലമെന്റ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ദ്വിമണ്ഡല സഭയാണ്. അതായത് 2 മണ്ഡലങ്ങളുള്ള ഒരു ബൈക്യാമറലിസം ഫോളോ ചെയ്യുന്ന ഒരു സഭയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് 2 സഭകളുള്ളതാണ്. ഒരു സഭയുള്ള പാർലമെന്റ് ഉള്ള രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ പാർലമെന്റിന് ഈ പറയുന്ന ഒരു സഭയേ ഉള്ളൂ. അത് യൂണിക്യാമറലിസം എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം ഇന്ത്യ എന്ന് പറയുന്നത് ബൈക്യാമറലിസം ആണ്. ഈ ബൈക്യാമറലിസം എന്ന് പറയുന്ന ആശയം, അതായത് ദ്വിമണ്ഡല സഭ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതായത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ ഈ പറയുന്ന ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഈ ഒരു പാർലമെന്റ് സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദ്വിമണ്ഡല സഭയാണ്. അതായത് 2 മണ്ഡലങ്ങളുണ്ട്, ലോക്സഭയും ഉണ്ട്, അതുപോലെ തന്നെ രാജ്യസഭയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ 2 മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ലോക്സഭയും രാജ്യസഭയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിറ്റികളുള്ള, അതായത് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം, ഭാഷ സംസാരിക്കുന്നവർ, അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്നത്, മതങ്ങൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെ പല വെറൈറ്റി അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിലും ഉണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ നിയമനിർമ്മാണം സഭയിലേക്ക് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പല അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ
സ്വരൂപിക്കാം. അതായത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉള്ളപ്പോൾ നമുക്ക് പല പല അഭിപ്രായങ്ങൾ വരാം. അപ്പോൾ ആ അഭിപ്രായങ്ങളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ, ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി 2 സഭ ഉള്ളത് എന്താണ് നല്ലതാണ്. ഇപ്പോൾ ഒരു സഭ മാത്രം ഉള്ളെങ്കിൽ ആ സഭ അംഗീകരിച്ചാൽ അത് നടപ്പിലാക്കപ്പെടും, അത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. പക്ഷെ ഇവിടെ 2 സഭ ഉള്ളപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യാം, നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം ഈ 2 സഭ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരുത്തലുകൾ വരുത്താനും നല്ല മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഈ 2 സഭ ഉള്ളത് കൊണ്ട് ഒരു റീചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഈ പറയുന്ന ദ്വിമണ്ഡല സഭ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, അങ്ങനെ ദ്വിമണ്ഡല സഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് സംവിധാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. അതായത് ഈ പറയുന്ന രാജ്യസഭ, അതുപോലെ തന്നെ ലോക്സഭ പഠിക്കണം. ഇനി അതുപോലെ തന്നെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ പാർലമെന്റ് പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യസഭയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. രാജ്യസഭ തുടങ്ങിയാലോ? ഇപ്പോൾ രാജ്യസഭയാണ്. ഇപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നതാണ് രാജ്യസഭ. അപ്പോൾ രാജ്യസഭയെ ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് വിളിക്കുന്നത് രാജ്യസഭയാണ്. അപ്പോൾ അപ്പർ ഹൗസ് അഥവാ ഉപരിസഭ എന്ന് വിളിക്കുന്നത് രാജ്യസഭയാണ്. അതുപോലെ മുതിർന്നവരുടെ സഭ എന്നറിയപ്പെടുന്നതും രാജ്യസഭയാണ്. അപ്പോൾ അപ്പർ ഹൗസ് അഥവാ ഉപരിസഭ, മുതിർന്നവരുടെ സഭ, അതുപോലെ സംസ്ഥാനങ്ങളുടെ സഭ അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും രാജ്യസഭയാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അപ്പോൾ അപ്പർ ഹൗസ്, ഉപരിസഭ, മുതിർന്നവരുടെ സഭ, സംസ്ഥാനങ്ങളുടെ സഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സെക്കൻഡ് ചേംബർ എന്നിങ്ങനെ അറിയപ്പെടുന്ന സഭയാണ് രാജ്യസഭ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 80-ാം വകുപ്പിലാണ് രാജ്യസഭയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് ഭരണഘടനയുടെ 80-ാം വകുപ്പിലാണ് രാജ്യസഭ രൂപീകൃതമായതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. രാജ്യസഭ നിലവിൽ വരുന്നത് 1952 ഏപ്രിൽ 3-നാണ്. എന്നാണ് 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ നിലവിൽ വരുന്നത്. എന്നാൽ രാജ്യസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1952 മെയ് 13-നാണ്. അപ്പോൾ രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത് 1952 മെയ് 13-നാണ് നടക്കുന്നത്. ഇനി രാജ്യസഭയുടെ ഒരു പ്രത്യേകത, രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഇട്ടിരിക്കുന്ന പരവതാനിയൊക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും അവിടുത്തെ സീറ്റിന്റെ അറേഞ്ച്മെന്റ്, പരവതാനിയുടെ പ്രത്യേകതകൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. അപ്പോൾ രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അർദ്ധവൃത്താകൃതിയിലാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭയുടെ ചുവന്ന പരവതാനിയാണ്, അർദ്ധവൃത്താകൃതിയിലാണ് രാജ്യസഭാ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് കാണപ്പെടുന്നത്. ഇനി രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മാക്സിമം 250 അംഗങ്ങൾ വരെ രാജ്യസഭയിൽ വരാം. മാക്സിമം എത്ര അംഗങ്ങൾ വരാം? 250 അംഗങ്ങളാണ് മാക്സിമം രാജ്യസഭയിൽ വരാൻ പറ്റുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത്. 250-ൽ കൂടാൻ പാടില്ല. ഈ 250 എങ്ങനെയാണ് കാണപ്പെടുന്നത്? 250-ൽ 238 പേരെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിലേക്ക് വരുന്നവരാണ്. എന്താണ്? ഈ 250 പേരിൽ 238 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിലേക്ക് വരുന്നവരാണ്. എന്നാൽ ബാക്കിയുള്ള 12 പേരെന്ന് പറയുന്നത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത്, അതായത് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലേക്ക് വരുന്ന അംഗങ്ങളാണ്. അത്തരത്തിൽ മാക്സിമം 250 അംഗങ്ങൾ രാജ്യസഭയിൽ വരാം. ഓക്കെ ആണല്ലോ. ഇനി ഈ 238 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന അംഗങ്ങളാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തുല്യം അംഗങ്ങളല്ല രാജ്യസഭയിലേക്ക് വരുന്നത്. നമുക്ക് ഇത്ര സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇത്ര സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്തിനും ഇത്ര പേര്, അതായത് തുല്യം ആൾക്കാരല്ല രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത്.
അതായത് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള എണ്ണം ആൾക്കാരായിരിക്കും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് അത് കണക്കാക്കുന്നത്. ഇപ്പോൾ ജനസംഖ്യ കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലെത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അതേസമയം കുറഞ്ഞ ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ രാജ്യസഭയെ പ്രതിനിധീകരിച്ച് എത്തുന്നവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തുല്യം അംഗങ്ങളല്ല രാജ്യസഭയിലേക്ക് എത്തുന്നത്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ നിന്നാണ് കൂടുതൽ അംഗങ്ങളുള്ളത്. സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിൽ ജനസംഖ്യ കൂടുതലാണ്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഉത്തർപ്രദേശ് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള അംഗങ്ങൾ, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങൾ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ 12 അംഗങ്ങളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടാണ്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ മേഖല, ഈ മേഖലകളിൽ പ്രമുഖരാണെന്ന് തോന്നുന്നവരെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ മേഖലയാണ്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. അപ്പൊ ഈ 4 മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രമുഖരാണെന്ന് തോന്നുവാണെങ്കിൽ ആ പ്രമുഖരെയാണ് പ്രധാനമന്ത്രിയല്ല രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. അതുപോലെ ഈ പറയുന്ന രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളുണ്ട്. ഇപ്പോൾ സർദാർ KM പണിക്കർ, G രാമചന്ദ്രൻ, G ശങ്കരക്കുറുപ്പ് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ കസ്തൂരി രംഗൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ സുരേഷ് ഗോപി പോയിട്ടുണ്ട്, PT ഉഷ പോയിട്ടുണ്ട്. ഇവരൊക്കെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളാണ്. അപ്പോൾ ഇവരെ പേരൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന 238 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ അംഗങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി അംഗങ്ങൾ കാണുമല്ലോ, ഈ നിയമസഭയിലെ അംഗങ്ങൾ ചേർന്ന് അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും പ്രതിനിധീകരിച്ച് ഇത്ര പേര് രാജ്യസഭയിൽ പോകണം എന്നുള്ളൊരു നമ്പർ കാണുമല്ലോ, കാണും. അപ്പോൾ ആ നമ്പർ അനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലുള്ള അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് പോകേണ്ട അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അവിടെയും ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രാതിനിധ്യം ഉണ്ട്. ആ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളൊക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ആ ആൾക്കാരാണ് രാജ്യസഭാ അംഗങ്ങളായിട്ട് പോകുന്നത്. അപ്പം സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക് ആ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പോകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ പറയുന്ന രാജ്യസഭാ അംഗമാകാൻ വേണ്ട പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. അപ്പോൾ രാജ്യസഭാ അംഗം ആകാൻ ആവശ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 30 വയസ്സാണ് ആകാൻ ആവശ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാലാവധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അംഗമായി കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ പറയുന്ന രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. ഓക്കെ ആണല്ലോ, രാജ്യസഭ എന്ന് പറയുന്ന സ്ഥിരം സഭയാണ്. അത് പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭ ഇല്ലാതിരിക്കാൻ പാടില്ല. രാജ്യസഭ ഇങ്ങനെ ആജീവനാന്തം നടന്നുകൊണ്ടിരിക്കണം. അതൊരു സ്ഥിരം സഭയാണ്. അവിടുത്തെ അംഗങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഇടയ്ക്ക് വെച്ച് രാജ്യസഭ അംഗങ്ങളെ എല്ലാവരെയും പിരിച്ചു വിട്ടിട്ട് പിന്നെ രാജ്യസഭ ഇല്ലാതിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടത്ത് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ നോമിനേഷനും ഒക്കെ നടത്തി പിന്നീട് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് ഇടയ്ക്ക് വെച്ച് കുറച്ച് ഗ്യാപ്പ് എടുത്ത് രാജ്യസഭ ഒന്ന് നിർത്തിയിട്ട് പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് രാജ്യസഭ ഇങ്ങനെ ഒരു സ്ഥിര സഭയായിട്ട് നിൽക്കണം. അപ്പോൾ സ്ഥിര സഭയായിട്ട് നിൽക്കണമെങ്കിൽ ആളുകളെ പെട്ടെന്ന് പിരിച്ചുവിട്ടിട്ട് പിന്നീട് വീണ്ടും റീഅപ്പോയിന്റ് ചെയ്യാനൊക്കെ സമയം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം ഉണ്ടാകരുത്. അതൊരു സ്ഥിര സഭയായിട്ട് ഇങ്ങനെ തുടരണം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ അംഗങ്ങളെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നില്ല, പിരിച്ചുവിടുന്നില്ല. എന്താ ചെയ്യുന്നത്? രാജ്യസഭ ഒരു സ്ഥിര സഭയായതുകൊണ്ട് ഒറ്റയടിക്ക് പിരിച്ചുവിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാലാവധി കഴിഞ്ഞവര് ഓരോ കാലാവധി കഴിയും തോറും അവരെന്ത് ചെയ്യും? ഇറങ്ങി പോകും. പോയി കഴിഞ്ഞിട്ട് അപ്പോൾ പോയി കഴിയുകയും ബാക്കിയുള്ളവർ കാലാവധി കഴിയാത്തവർ അവിടെ അപ്പോഴും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞവർ ഇറങ്ങിപ്പോവും. അതിൻ്റെ സ്ഥാനത്തേക്ക് പിന്നീട് ആൾക്കാർ വരും. അപ്പോൾ കാലാവധി കഴിയാത്തവർ അവിടെ നിൽക്കുന്നുമുണ്ട്, കാലാവധി കഴിഞ്ഞവർ ഇറങ്ങിപ്പോയി അതിൻ്റെ സ്ഥാനത്ത് പുതിയ ആൾക്കാർ വരും. അപ്പോൾ ഇവർ പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നേരത്തെ ഉള്ളവർ കാലാവധി കഴിയാറാകുമ്പോൾ അവരും ഇറങ്ങിപ്പോവും. അങ്ങനെ എപ്പോഴും ആൾക്കാർ ആ സഭയിൽ ഉണ്ടായിരിക്കും. അതൊരു സ്ഥിരം സഭയായിട്ട് എന്ത്
എന്ത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ 2 കൊല്ലം കൂടുന്തോറും 1/3 അതായത് 1/3 അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കാലാവധി എല്ലാവർക്കും ഒരുമിച്ച് തീരുന്ന രീതിയിലല്ല ഇവരിതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് കാലാവധി തീരുന്ന രീതിയിലല്ല ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും കുറച്ച് പേർക്ക് കാലാവധി തീരുന്ന രീതിയിലാണ് ഈ പറയുന്ന അംഗങ്ങളെ തെരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യസഭ ഒരു സ്ഥിരം സഭയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അത് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് രാജ്യസഭയെ ഒരു സ്ഥിരം സഭയായിട്ട് നമ്മൾ നിലനിർത്തുന്നത്. ഓക്കെ ആണല്ലോ. എന്നാലും നമുക്ക് കാലാവധി ഉണ്ട്. കാലാവധി എത്രയാണ്? 6 വർഷമാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു രാജ്യസഭാ അംഗത്തിന്റെ മാക്സിമം കാലാവധി എത്രയാണ്? 6 വർഷം വരെയാണ് കാലാവധി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അപ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ന ആളുടെ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ പാർലമെന്റ് അംഗമാണ് ഇവരിപ്പോൾ രാജ്യസഭയിൽ അംഗമായി എന്ന് വെച്ചാൽ അവർ പാർലമെന്റിലും അംഗമായി എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസഭയിൽ അംഗമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ്. അപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുൻപിലാണ്, അതായത് പ്രസിഡന്റിന്റെ മുൻപിലാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ആരുടെയെങ്കിലും മുമ്പിൽ. അപ്പോൾ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുക എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വൈസ് പ്രസിഡന്റിനാണ് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ മുൻപിലാണ് സാധാരണഗതിയിൽ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന രാജ്യസഭാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുൻപിലാണ്, അതായത് രാഷ്ട്രപതിയുടെ മുൻപിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അല്ലെങ്കിൽ രാഷ്ട്രപതി ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുൻപിൽ. അത് മിക്കവാറും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. രാജ്യസഭയുടെ അധികാരങ്ങൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാജ്യസഭയുടെ ചുമതലകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് രാജ്യസഭയുടെ അധികാരങ്ങൾ. ഇതുപോലെ തന്നെ ലോക്സഭയുടെ അധികാരങ്ങളുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വ്യക്തമായി പഠിച്ചു വെക്കണം. രാജ്യസഭയുടെ അധികാരങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത്, ഭരണഘടന ഭേദഗതി പാസ്സാക്കാൻ രാജ്യസഭയുടെയും ലോക്സഭയുടെയും അധികാരം വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കണമെങ്കിൽ അത് ഈ പറയുന്ന രാജ്യസഭയുടെ അധികാരം വേണം, ലോക്സഭയുടെ അധികാരം വേണം. അപ്പോൾ രാജ്യസഭയുടെ അധികാരത്തിൽ പെടുന്നത് ഏതാണ്? ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതി പാസ്സാകണമെങ്കിൽ ആ പാസ്സാക്കൽ രാജ്യസഭയും അറിഞ്ഞിരിക്കണം, ലോക്സഭയും അറിഞ്ഞിരിക്കണം. അത് ഒന്നാമത്തെ അധികാരത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അധികാരമാണ് ധന ഇതര ബില്ല്. അതായത് ധനബില്ല് അല്ലാതെ ബാക്കിയുള്ള ബില്ലുകൾ, അതായത് വിനിയോഗ ബില്ല്, അതായത് മണി ബില്ല് അല്ലാതെ ബാക്കിയുള്ള ബില്ലിന്മേൽ പാസ്സാക്കൽ, ആ ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യേണ്ടത് രാജ്യസഭയുടെ അധികാരത്തിൽ കൂടി വരുന്നതാണ്. എന്നാൽ ധനബില്ലുകളുടെ കാര്യത്തിൽ, അതായത് ധനവിനിയോഗ ബില്ല് എന്നറിയപ്പെടും, മണി ബില്ല് എന്നറിയപ്പെടുമല്ലോ. അപ്പോൾ മണി ബില്ലിന്മേൽ കാര്യങ്ങൾ ചെയ്യുന്നത് രാജ്യസഭയല്ല. അത് രാജ്യസഭയ്ക്ക് ഒരു അധികാരവുമില്ല. അത് ചെയ്യുന്നത് ലോക്സഭ മാത്രമാണ്. എന്താണ്? ധനവിനിയോഗ ബില്ല് അല്ലെങ്കിൽ മണി ബില്ല് എന്ന് പറയുന്നത് രാജ്യസഭയുടെ കേസിൽ വരുന്നതേയല്ല, രാജ്യസഭയുടെ പരിധിയിൽ വരുന്നതല്ല. അത് ലോക്സഭയിൽ മാത്രം വരുന്നതാണ്. അപ്പോൾ ധന ഇതര ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നത് ആരുകൂടിയാണ്? ഈ പറയുന്ന രാജ്യസഭ കൂടിയാണ്. അപ്പോൾ ധന ഇതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഭേദഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ആണോ? പക്ഷേ ഈ ധനബില്ലിന്മേൽ ഒരു അധികാരവും ആർക്കില്ല? രാജ്യസഭയ്ക്കില്ല. പക്ഷെ ധനബില്ലിന്മേൽ എന്തെങ്കിലും ഭേദഗതികൾ നിർദ്ദേശിക്കാം. പക്ഷെ ധനബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരവും ആർക്കില്ല? ഈ പറയുന്ന രാജ്യസഭയ്ക്കില്ല. അപ്പോൾ ഇവിടെ തെറ്റിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളത് രാജ്യസഭയുടെ ജോലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ അവിടെ എന്ത് ബില്ലില്ല? ധന ഇതര ബില്ലുകളാണ് പാസ്സാക്കുന്നത്. ധനബില്ല് പാസ്സാക്കാനായിട്ട് ആർക്ക് പറ്റത്തില്ല? രാജ്യസഭയ്ക്ക് പറ്റത്തില്ല. അത് ലോകസഭയുടെ കേസിൽ വരുന്നതാണ് ധനബില്ലുകൾ. അപ്പോൾ ആ വ്യത്യാസം ഓർത്തു വെച്ചേക്കുക. ഒന്നുകൂടി പറയാം. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ആരാണ്? രാജ്യസഭയാണ്. എന്നാൽ ധനവിനിയോഗ ബില്ലുകൾ അല്ലെങ്കിൽ മണി ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പരിഗണിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നത്, പാസ്സാക്കുകയൊക്കെ ചെയ്യുന്നത് ലോക്സഭയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ എന്നാൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരെണ്ണം പറഞ്ഞു. ധനബില്ലിന്മേൽ ഭേദഗതിക്കുള്ള അധികാരം ആർക്കൂടിയുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. ധനബില്ലിന്മേൽ ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട്. പക്ഷേ അത് പാസ്സാക്കാനായിട്ട് രാജ്യസഭയ്ക്ക് അധികാരം ഇല്ല. അപ്പോൾ ഇതുകൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി അതുപോലെ അടുത്തൊരു അധികാരമാണ് ഓൾ ഇന്ത്യ സർവീസസ്. അതായത് ഈ പറയുന്ന IAS, IFS, IPS
ഇവയൊക്കെ രൂപീകരിക്കാനുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസസ് ആയിട്ടുള്ള IAS, IPS, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അത്തരത്തിലുള്ള അവയൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്തുണ വേണം. രാജ്യസഭയുടെ കൂടി പിന്തുണയോട് കൂടി മാത്രമേ ഇത്തരത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, രൂപീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ മേൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങളിൽ മേൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റ് കൊടുക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന രാജ്യസഭയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സംസ്ഥാന ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് മേൽ ചുമതലകൾ വഹിക്കുന്നത് അതത് സംസ്ഥാന ഗവൺമെന്റുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ പറയുന്ന അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സംസ്ഥാന ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ആരിലേക്ക് വന്ന് ചേരും? കേന്ദ്ര ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വന്നു ചേരും. പിന്നീട് അതിന്മേൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, നിർമ്മാണം നടത്തുന്നതും ഒക്കെ പാർലമെന്റ് ആണെന്ന് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റുകൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ അത് തന്നെ ഈ പാർലമെന്റിലേക്ക് വന്നു ചേരും എന്ന് പറയുമ്പോൾ തന്നെ അതിന്മേൽ പാർലമെന്റ് അധികാരം നൽകുന്നത് ആർക്കാണ്? രാജ്യസഭയ്ക്കാണ് അധികാരം നൽകുന്നത്. അതായത് പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക് മേൽ നിയമം നടപ്പിലാക്കാനുള്ള ചുമതല പാർലമെന്റ് നൽകുന്നത് രാജ്യസഭയ്ക്കാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റ് നൽകുന്നത് ആർക്കാണ്? ആ പാർലമെന്റിന് നൽകാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. അത് ആർട്ടിക്കിളിൽ പോലും വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത് രാജ്യസഭയുടെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ്. ഇനി അടുത്ത അധികാരമാണ് ഈ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയൊക്കെ തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു അധികാരം. അത് രാജ്യസഭയ്ക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് ആദ്യം ആരാണ്? രാജ്യസഭയാണ്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരെ തിരഞ്ഞെടുക്കുക, നീക്കം ചെയ്യുക. പ്രധാനമായിട്ടും നീക്കം ചെയ്യൽ നടപടി, ഈ ഉപരാഷ്ട്രപതിയൊക്കെ നീക്കം ചെയ്യൽ നടപടിക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. അതുപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുക, അതായത് ഈ ഇംപീച്ച്മെന്റ് നടത്തുന്നത് ആക്ച്വലി രാഷ്ട്രപതിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഈ പറയുന്ന രാജ്യസഭയുടെയൊക്കെ അംഗീകാരം വേണം. അംഗീകാരത്തോടു കൂടി പാർലമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ, പാർലമെന്റിന്റെ ശുപാർശയോടുകൂടി മാത്രമേ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ അവിടെ രാജ്യസഭയും കൂടി പാർട്ടാകുന്നുണ്ട്. രാഷ്ട്രപതിയാണെങ്കിലും ഉപരാഷ്ട്രപതിയാണെങ്കിലും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിലാണെങ്കിലും രാജ്യസഭയിൽ അംഗങ്ങളുടെ ഒരു അംഗീകാരം ഉണ്ടായിരിക്കണം. അപ്പോൾ രാജ്യസഭയാണ് ഇതിന് കുറച്ചുകൂടി മുൻകൈ എടുക്കുന്നത്. തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും നീക്കം ചെയ്യുന്നതാണെങ്കിലും പാർലമെന്റിന്റെ ഒരു ശുപാർശ വേണമെന്ന് നമ്മളപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ അതും രാജ്യസഭയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഇപ്പം ഇത്രയുമാണ് രാജ്യസഭയുടെ അധികാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആരെങ്കിലും രാജ്യസഭയിൽ ഉണ്ടോ, അതുപോലെ തന്നെ നിലവിൽ എത്ര അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത്, ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഇവിടെ നിന്നാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ രാജ്യസഭയിലെ ചെയർമാൻ ആരാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗത്തിൽ പഠിക്കും. അപ്പോൾ ബാക്കി അല്ലാതെ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ ബാക്കി കാര്യങ്ങൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ രാജ്യസഭ കഴിഞ്ഞാൽ അടുത്ത ലോക്സഭയെ പറ്റി പഠിക്കണം, അതുപോലെ പാർലമെന്റുകളെ പറ്റി പഠിക്കണം. പിന്നെ ചില വേർഡുകളുണ്ട്, പാർലമെന്റ് അതിൻ്റെ ബില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ചില വേർഡുകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത 2-3 ക്ലാസ്സുകളിലായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ടൊക്കെ വരാം.